ഹായ് ഓൾ വെൽക്കം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അസ്ലാം മാർലി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ചെയ്ത ഒരു വീഡിയോയെ കുറിച്ചാണ്. ആ വീഡിയോ സെക്സ് ടൂളിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് കുറച്ച് കാലങ്ങളായി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഹില എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോൾ പുള്ളിക്കാരി ശാസ്ത്രീയമായി സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് പഠിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ഒരാഴ്ച പുള്ളിക്കാരി ഇപ്പോൾ അമേരിക്കയിലാണ്. അമേരിക്കയിലൊക്കെ സെക്സ് ടൂൾസ് വളരെ കോമൺ ആയി തന്നെ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ ഒരു സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെക്സ് ടൂള് മേടിക്കുകയും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷനോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുകയും ഉണ്ടായി. അപ്പം അതിൽ സെക്സ് ടൂൾസിൻ്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ചാണ് കൂടുതലായും സംസാരിക്കുന്നത്. അപ്പം ദാമ്പത്യ ജീവിതത്തിൽ എങ്ങനെ ഇത് ഉപയോഗിക്കാം, ഓക്കെ, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള ആ ഒരു കണക്ഷൻസും ആ ഒരു സ്നേഹവും ഒക്കെ സെക്സ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ആ വീഡിയോയിൽ അവർ പറയുന്നത് കേട്ടോ. അപ്പം പലർക്കും ഇത് കേൾക്കുമ്പം എങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു സംശയം തോന്നിയേക്കാം. ഇത് സ്വാഭാവികമാണ്. ഓക്കെ, അപ്പം ഇതിൽ മാസ്റ്റർബേറ്റ് ചെയ്യാനാണല്ലോ സെക്സ് ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇന്ന് മാസ്റ്റർബേഷൻ ചെയ്യാത്തവരായിട്ട് ഉള്ള ആൾക്കാർ കുറവാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. വിവാഹം കഴിക്കുന്നതിനേക്കാളും മുമ്പ് ആയാലും പലരും ചെയ്യുന്നുണ്ട്. വിവാഹത്തിന് ശേഷവും ഹസ്ബൻഡ് വെളിയിലായിരിക്കുന്ന സ്ത്രീകളും ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതൊരു ബയോളജിക്കൽ നീഡാണല്ലേ. അപ്പം അതിന് തെറ്റ് പറയാൻ പറ്റില്ല. നമുക്കുള്ള മറ്റെല്ലാ വികാരങ്ങളെയും പോലെ തന്നെയാണ് ഈ സെക്സ് എന്ന് പറയുന്ന ഒരു വികാരവും. ഓക്കെ, പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലേ. ആ ഒരു ലിമിറ്റ് വിട്ടിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അതായത് ഞാൻ മാസ്റ്റർ ബേർഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പലരും അമിതമായി ഇത് ചെയ്തത് കൊണ്ട് അവരുടെ ഒരു ഫോക്കസ് നഷ്ടപ്പെടാനും അതുപോലെ തന്നെ അവരുടെ പഠിപ്പിലൊക്കെയുള്ള ആ കോൺസെൻട്രേഷനൊക്കെ മാറിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു ലിമിറ്റ് വിട്ട് നമ്മളിത് ചെയ്യാൻ പാടില്ല. ലിമിറ്റ് വിട്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു മാനസിക പ്രശ്നം തന്നെയാണ്. അല്ലാതെ ഒരു പരിധിയിലൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള ഓക്സിറ്റോസിനും ഡോപ്പാമൈനും ഒക്കെ ഉണ്ടായി നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യാനൊക്കെ ആയിട്ട് മാസ്റ്റർബേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു ദോഷമുണ്ടെന്നൊന്നും ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് തന്നെയാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. ഓക്കെ, അപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ അമിതമായി ഇതിൽ അവരുടെ കോൺസെൻട്രേഷൻ പോയി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സ്ഥലം കണ്ടുപിടിക്കുക, ഒരു സാഹചര്യം ഉണ്ടാക്കുക, അങ്ങനെ ഇതിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ. അപ്പം ഇപ്പം ഇതിൽ ഈ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ ഈ സെക്സ് ടൂള് അത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്കും ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം ശരിയുണ്ട്, എത്രത്തോളം ആൾക്കാർ ഇത് അനുകൂലിക്കുന്നുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പലരും ചിന്തിക്കുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ഉപയോഗിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി അതിന് കൊടുക്കുന്ന ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടി ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇവർക്കുണ്ടാകുന്ന ഒരു പ്ലഷർ വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിക്കാം എന്നാണ് പെൺകുട്ടി പറഞ്ഞു വയ്ക്കുന്നത്, ഹില പറഞ്ഞു വയ്ക്കുന്നത് കേട്ടോ. അപ്പം അറിയില്ല അതിൽ എത്രത്തോളം ശാസ്ത്രീയ വശമുണ്ടെന്നുള്ള കാര്യമൊന്നും, അല്ലെങ്കിൽ എത്രത്തോളം പങ്കാളികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം വേറൊരു കാര്യമുണ്ട് കേട്ടോ. പല ഭാര്യ ഭർത്താക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാരണങ്ങൾ കൊണ്ടും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ലാത്ത സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അത് തീർച്ചയായിട്ടും നമുക്ക് പറയാമല്ലോ. അതുപോലെ തന്നെ വിദേശത്ത് ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾക്കായാലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളിത് അമിതമായി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഭാഗത്തൊക്കെ എന്താ പറയുക, സ്ക്രാച്ചസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഹൈജീനോട് കൂടി ഉപയോഗിക്കുന്നവർ ഇതിപ്പോൾ വേണ്ട എന്ന് പറയാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ, ഇത് തെറ്റാന്ന് പറയാനൊന്നും പറ്റുന്നില്ല. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾ വളരെ സാധാരണമായി മാസ്റ്റർബേഷനെ കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന കുട്ടികളാണ്. ഒരു 80s-ലും 90s-ലും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ജനിച്ചു വളർന്ന കുട്ടികൾക്ക് ഇത് തുറന്ന് സംസാരിക്കാനൊക്കെ വളരെ പേടിയായിരുന്നു. പിന്നെ മതപരമായ പല കാരണങ്ങൾ കൊണ്ടും ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് ചെയ്ത ഒരു ഗിൽട്ട് ഫീലിംഗ് ഒക്കെ ആണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ കൂടെ വളർന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു
എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് തോന്നിപ്പോയേക്കാം. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടമൊക്കെ മാറിയിട്ടോ. നമ്മളതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. 2, 3 വർഷം മുമ്പ് ഞാനൊരു ഇൻ്റർവ്യൂ കാണാനിടയായി. അപ്പോൾ ആ ഇൻ്റർവ്യൂവിലാണെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ ഒരു ഇൻ്റർവ്യൂവർ പല പെൺകുട്ടികളോടും ചോദിക്കുകയാണ്, നിങ്ങളിത് ചെയ്യാറുണ്ടോ? ദിവസത്തിൽ എത്ര വട്ടം ചെയ്യും? എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പെൺകുട്ടികളുണ്ടല്ലോ ഭയങ്കര ഓപ്പണായിട്ട് അവർ ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ് കേട്ടപ്പം നമുക്ക് അയ്യോ! ഇത്രയും പെൺകുട്ടികളൊക്കെ ബോൾഡായി പോയല്ലോ. ഇതൊക്കെ തുറന്നു പറയാൻ ഇവർക്കൊരു മടിയില്ലല്ലോ സമൂഹ മധ്യത്തിലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ഒരു വളർന്ന സാഹചര്യം ആ ഒരു കാലഘട്ടം ഒക്കെ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ നമ്മളൊക്കെ മാറി ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. കാരണം ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവരിത് ഒരു ബയോളജിക്കൽ നീഡാണെന്നുള്ള ലെവലിൽ തന്നെയാണ് കാണുന്നത്. ഇത് തെറ്റായിട്ടൊന്നും ആരും കാണുന്നില്ല. അപ്പോൾ ഇവരുടെ ഒരു മനസ്സ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ വിമർശിക്കാനായിട്ട്. അപ്പോൾ അസ്ൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് പലരും അസ്ലിനെ വിമർശിക്കുന്നുണ്ട്. ഇത്രയും തുറന്ന് ഇങ്ങനൊരു കാര്യം കാണിക്കുമ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യകതയുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിന് യോജിച്ചതാണോ ഈ സെക്സ് ടൂൾ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പം ഇന്ത്യയിൽ ഇത് മസാജ് ടൂൾ എന്നാണ് അറിയപ്പെടുന്നത്. സെക്സ് ടൂൾ എന്നായിട്ട് അറിയപ്പെടുന്നില്ല. പലയിടത്തും അവൈലബിൾ ആണ് താനും. അപ്പം ആവശ്യമുള്ളവർ ഉപയോഗിച്ചോട്ടെ. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ നിരന്തരം വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണല്ലോ നമുക്ക് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പലരും ലൈംഗികപരമായി ഉപദ്രവിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണാനിടയായി. അപ്പോൾ ഇത്തരം സാധനങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾ കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആൺ പെൺ ഭേദമില്ലാതെ കുട്ടികൾ ഇങ്ങനെ ലൈംഗികപരമായ ചൂഷണങ്ങൾക്ക് അവർ നേരിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതാവാനായിട്ട് ഈ ഒരു സാധനം കൊണ്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ. അല്ലാണ്ട് ഞാനിതിനെ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ. അപ്പം താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം. അപ്പോൾ ഈ ഒരു പെൺകുട്ടീനെ ആരും വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകത്തുള്ള ഒരു സംഭവം തന്നെയാണ്. മനുഷ്യന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ ഒരു സെക്സ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രം. അതിന് അവർ ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഹസ്ബൻഡ് സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ടാണോ അവളിത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രീതിയിലും ആ കുട്ടീനെ വിമർശിക്കണ്ട. ഇപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അസ്ലയുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പലരും ഉണ്ട്. കാരണം കാലമൊക്കെ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും പലർക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. പല കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കളോടാണെങ്കിലും അധ്യാപകരോടാണെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനൊക്കെ ആയിട്ടൊരു പേടിയും ഭയഭക്തിയും ഒക്കെ ഉണ്ട്. അപ്പം ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ അവരുടെ ഡൗട്ട് പല പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും തുറന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അസ്ല എന്ന് പറയുന്നത് ഇതേക്കുറിച്ച് പഠിച്ച് വീഡിയോ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന ഉത്തരങ്ങൾ എന്ന് പറയുന്നത് അത് ശാസ്ത്രീയപരമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നെയാണ്. അത് കേൾക്കാനായിട്ട് നിരവധി കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനും കുട്ടികളിൽ ഒരു അവയർനെസ് ഒക്കെ ഉണ്ടാക്കാനും അസ്ല കാണിക്കുന്ന ഈ ഒരു മനസ്സ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക് യു.